ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആ ഗ്രൗണ്ട് ഓർക്കിഡ് കുറേയൊക്കെ നമ്മൾ സെയിലാക്കി കുറേയൊക്കെ കൊടുത്ത് ഇനി ബാക്കിയുള്ള പ്ലാന്റ് ഇനി വീണ്ടും പുതിയ തൈകൾ വരാനും നിറയെ ഫ്ലവർ വരാനും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വളം കൊടുക്കണം. അപ്പം വളം എന്തൊക്കെയാണ് കൊടുക്കണമെന്ന് ഞാൻ പറയാം. വളം കൊടുക്കാനായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ്, നല്ല ഉണക്ക ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കമ്പോസ്റ്റ്, നമ്മൾ അടുക്കള വേസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായും കരിയില എല്ലാം കൂടെ ഇട്ടിട്ടുള്ള കമ്പോസ്റ്റ്, അല്പം സാഫ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും നമ്മൾ കൊടുക്കുമ്പോഴേ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് നിറയെ ഫ്ലവർ ആവുള്ളൂ. നമുക്ക് നിറയെ ഫ്ലവറായി നിന്നേ നമ്മൾ ഇടയ്ക്ക് ഇതിൽ നിന്ന് തൈകളൊക്കെ മാറ്റിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ടും ഫ്ലവറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചുവട്ടിൽ ഫുള്ള് ആ വേരിൽ ഭാഗത്ത് വീഴാതെ ഒരല്പം ഒന്ന് നീക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇട്ട് കൊടുക്കാനേ. ഇപ്പോൾ ചുവട് ഭാഗം ഒന്ന് ഒരല്പം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് ഉള്ളവർ ചിലരൊക്കെ പറയണുണ്ട് ഫ്ലവർ ആവണില്ല, അവർക്ക് ഓർക്കിഡ് ഉണ്ട് ഫ്ലവർ ആവണില്ല എന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഉള്ള വളം കൊടുക്കണം. എല്ലുപൊടി നമ്മൾ ഇങ്ങനെ ചൂട് മാറ്റി ഇട്ട് കൊടുക്കണം. എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ ഇടുമ്പോൾ നമുക്ക് തൈയും വരും, നിറയെ ഫ്ലവറും വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്ര ഫ്ലവർ ഇല്ലാതെ നിൽക്കണം ഓർക്കിഡിന് ഫ്ലവർ വരും. നല്ല ചെടി നല്ല കരുത്തായിട്ട് വളർന്നു വരും. അപ്പം നമ്മൾ മുമ്പൊക്കെ കൊടുത്ത വളങ്ങളെല്ലാം മഴയായപ്പോൾ പോയല്ലോ. ഇനി മഴ മാറിയപ്പോൾ നമ്മൾ വളം കൊടുത്താലേ ഇനി ഉള്ളൂ, ഇല്ലെങ്കിൽ ചെടി ഒരുമാതിരി അങ്ങ് നിൽക്കുന്നുണ്ട്. നമ്മൾ വളം കൊടുക്കണം. ഒരിക്കലും അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ ആ ബൾബ് വീഴരുത്. അവിടെ ആ ബൾബ് ചീഞ്ഞു പോകും. ഇതിൻ്റെ ചൂടുകൊണ്ട്, എല്ലുപൊടിയുടെ ചൂട് കൊണ്ടിട്ട് അവിടെ ചീഞ്ഞു പോകും. അതുകൊണ്ട് ദൂരെ കൂട്ടിയിടണം. ഇട്ടിട്ട് നമുക്ക് സാധാ മണ്ണൂടെ ഇട്ട ഭാഗങ്ങളിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് ജൈവവളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കണം. രാസവളം എപ്പോഴും കൊടുക്കുന്നത് ഈ ഓർക്കിഡിന് അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ ഒരിത്. നമുക്ക് ഇങ്ങനത്തെ വളമൊക്കെ ഇടുമ്പം ചെടി നല്ല തഴച്ച് നല്ലതായിട്ട് പെട്ടെന്ന് വരണുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഫ്ലവർ ആവാനുള്ള ചെടികൾ ഇനിയും നമുക്കുണ്ട്. ഇതൊക്കെ ഏത് കളർന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നമുക്കിതുപോലെ ഇളക്കി മണ്ണിളക്കിയിട്ട് ഇതുപോലെ വളമിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ആകുമ്പോൾ എന്തൊരു കളർന്ന് അറിഞ്ഞിട്ട് അപ്പോൾ നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ സെയിലിനായിട്ടും കൂടെ ഇടും. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണം. ഓക്കേ.